യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പുതിയൊരു ദിവസം നമ്മൾക്ക് അനുഭവിക്കുവാനും ദൈവത്തോടു കൂടിയായി നിൽക്കുവാനും ഉറപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ കൈപിടിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവവചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് യേശുവിൻ്റെ അമ്മയായ മറിയം വിശ്വസിച്ചു. അതിനാൽ അവൾ ഭാഗ്യവതിയായി. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം, നിങ്ങൾ ബൈബിൾ എടുക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ഉപയോഗിച്ച ദൈവവചനം, ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിച്ച ആ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനായി മാറും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ മുന്നിലുള്ള തടസ്സത്തെ കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. അങ്ങനെ എത്രയോ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ തിരുവചനം, കർത്താവെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമായി മാറും. നമ്മൾക്ക് വേണ്ട വിശ്വാസം അതാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നിത് നിറവേറും. ഈ ദൈവവചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് 100% വിശ്വസിക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായി മാറും. നിന്റെ രോഗങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സാമ്പത്തിക മേഖലയെക്കുറിച്ച്, വീടില്ലാത്തതിനെക്കുറിച്ച് എന്തുമായിക്കോട്ടെ, അതിനെക്കുറിച്ച് പിതാവായ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവമായ കർത്താവ് തിരുവചനത്തിലൂടെ നിനക്ക് എന്താണോ മറുപടി തരുന്നത്, ആ ദൈവം അരുളി ചെയ്ത വചനം നീ നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമാവും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ മേലും കർത്താവ് സംസാരിക്കുന്ന വചനം അനുഗ്രഹമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.